എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ, നമസ്കാരം. നിങ്ങളെ എല്ലാവരെയും ഞാൻ എൻ്റെ 76ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായി ഊഷ്മമായി സാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ അടിസ്ഥാന വാചകങ്ങളെ കുറിച്ച് കാര്യമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഘടനയെക്കുറിച്ച് നല്ല നിശ്ചയമുണ്ട് നമുക്ക്, അല്ലേ? അതിൽ വാചകത്തിൻ്റെ ഘടനയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയും അത് അതിൻ്റെ ക്രിയയെ ആസ്പദമാക്കിയാണ് വാചകത്തിൻ്റെ ആ ഘടന നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലേ? ക്രിയയുടെ മുൻപിലായിട്ട് എന്ത് വരും? കർത്താവ് വരും, അഥവാ സബ്ജക്റ്റ് വരും. ക്രിയയ്ക്ക് ശേഷം എന്ത് വരും എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് ആണ് വരിക, ഓബ്ജക്റ്റിൻ്റെ കേസിൽ. അത് കഴിഞ്ഞാൽ അഡ്വർബ് ഉണ്ടെങ്കിൽ അവ വയ്ക്കുക, ഇല്ലെങ്കിൽ വേണ്ട, അല്ലേ? അപ്പം മെയിനായിട്ട് നിങ്ങൾക്കറിയാം, എപ്പോഴും ഒരു ക്രിയ ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ അതിൻ്റെ നാമം ക്രിയയ്ക്ക് മുമ്പിലായിരിക്കണം സ്ഥാനം. അതുപോലെ കർമ്മത്തിൻ്റെ അഥവാ ഓബ്ജക്റ്റിൻ്റെ സ്ഥാനം ക്രിയയ്ക്ക് ശേഷമായിരിക്കണം എന്ന കാര്യം നിങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ശേഷമാണ് അഡ്വർബുകൾ ഉണ്ടെങ്കിൽ അത് വരിക. അക്കാര്യം എന്തായാലും നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ പ്രധാന ഘടകയിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ഘടനയുള്ള ചില വാചകങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ചില അപവാദങ്ങൾ ഉണ്ടാകുമല്ലോ, അല്ല? നമുക്ക് ദൈവമൊക്കെ ഉണ്ട്. വണ്ടി ഓടിക്കേണ്ടത് ഇടതുവശത്തൂടെ ആയിരിക്കണം, ഓവർടേക്കുന്നത് മുൻപിലുള്ള വണ്ടികളുടെ വലതുവശത്തൂടെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും പലരും അത് തെറ്റിച്ച് ഓടിക്കില്ലേ? ഇടതുവശത്തൂടെ എത്ര പേര് ഓവർടേക്ക്? അതുപോലെ തന്നെയാണ് വാചകങ്ങളിലും ചിലപ്പം വ്യത്യസ്തമായ ഘടനയുള്ള വാചകങ്ങൾ അപൂർവമായി ഉണ്ടാകാറുണ്ട്. അതും ചില പ്രത്യേക ക്രിയകളുടെ കൂടെ ആണ് അവ വരിക. അപ്പോൾ അത്തരം വാചകങ്ങളെ കുറിച്ച് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇത് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ മലയാളികളിൽ വന്ന മനോഭാവത്തിലുള്ള ചില മാറ്റങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഈ ഇടയായിട്ട് എനിക്കൊരു സംശയം, നമ്മുടെ മലയാളികളിൽ ഒരു മാനവ്യ സ്വഭാവം വളർന്നു വരുന്നുണ്ടോ എന്ന്. ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കാം, എന്തേ അങ്ങനെ തോന്നാൻ കാരണം? അതിന് കാരണം ഇതാണ്. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷക്കാർ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അത് പതിവായിട്ട് വരുന്ന ഓട്ടോറിക്ഷക്കാരൻ വിവാഹം കഴിച്ചിട്ടില്ലേ, വയസ്സ് 10-38. ഇലക്ട്രീഷ്യൻ പഠിച്ചു വരാനിടയ്ക്ക് ആള് കല്യാണം കഴിച്ചില്ലേ, 10-44 വയസ്സായി. പേഴ്സും പഠിച്ചു വരുന്നുണ്ട്, അവര് കല്യാണം കഴിച്ചിട്ടില്ലേ, അവര് 10-40 അടുത്തായി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ കല്യാണം കഴിക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്നെ അതിശയിപ്പിച്ചു. ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. വേലടിക്ക് പണിയെടുക്കുന്നവർക്ക് വേണ്ട, വേലാളന്മാരെ ജോലി ചെയ്യുന്ന ആളുകളെ മതി. ഇങ്ങനെയാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നത് നമ്മൾ വലിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അതായത് താല്പര്യമൊക്കെ വേലടങ്ങാതെ വേലാളന്മാരായി പണി ചെയ്യുന്നവരോട് താല്പര്യം, എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിനോട് താല്പര്യം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് പറയുന്നത്, അല്ലേ? ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക, ഇതാണല്ലോ മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിനെയാണ് എല്ലാവർക്കും താല്പര്യം. അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക. എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്ത് കിട്ടുക? അത് 2 വഴിയുള്ളത്. ഒന്ന് പ്രേരിപ്പിച്ച് ജയിക്കാം, അല്ലെങ്കിൽ പ്രീഡിപ്പിച്ച് ജയിക്കാം. പ്രേരിപ്പിച്ച് ജയിക്കാൻ വെച്ചാൽ ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ഒക്കെ ചെയ്യിക്കുക, അതാണ് ആദ്യ രീതി. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രലോഭിക്കുക, പുകഴ്ത്തി അല്ലെങ്കിൽ വാചകത്തി വീഴ്ത്തി, അങ്ങനെയൊക്കെ സോപ്പിട്ട് ഒക്കെ നമുക്ക് കാര്യങ്ങൾ ചെയ്യിക്കുക, പ്രീഡിപ്പിച്ച് ജയിക്കുക എന്ന് പറയില്ലേ? അപ്പോൾ അതിൽ നമുക്ക് ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ജയിക്കുന്ന പ്രവൃത്തികളുണ്ടല്ലോ. അത്തരം പ്രവൃത്തികൾ ഉൾപ്പെടുന്ന വാചകങ്ങൾക്കൊരു പ്രത്യേക ഘടനയുണ്ട്. അവിടെ ക്രിയകൾക്കും പ്രത്യേക ഘടനയുണ്ട്.
അപ്പോൾ എന്താണ് നമുക്ക് പഠിക്കുക? അപ്പം ഞാനൊരു ഈ രണ്ട് പട്ടികയായിട്ട് കുറച്ച് ക്രിയകൾ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എന്താണ് അവിടെ വ്യത്യാസം എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് ടേബിൾ ഉണ്ടല്ലോ, രണ്ട് പട്ടികയിൽ കൊടുത്തിട്ടുള്ള ക്രിയകൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ, എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാറ്റേണുകളാണ്. ഭാഷ പഠിക്കുമ്പോൾ വ്യത്യാസങ്ങൾ എന്തെങ്കിലും പാറ്റേണുകൾക്ക് വ്യത്യാസമുണ്ടോ എന്ന് പരിശോധിക്കലാണ്. അപ്പോൾ ഒന്ന് പരിശോധിച്ചിട്ട് പറയുക എന്താണ്. ഞാൻ ഒരിക്കൽ കുട്ടികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്, നമ്മൾ കണ്ട ഈ രണ്ട് തമ്മിൽ പി എന്നൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിപ്പോ ഒരു മന്ത്രിയോട് ചോദിച്ചു എന്താ അഭിപ്രായം തോറ്റേ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ ഇലക്ഷനിൽ തോറ്റേച്ച് എൻ്റെ എതിരാളിക്കെതിരേക്കാൾ എന്നേക്കാൾ അധികം വോട്ട് കിട്ടി എന്ന് പറയുന്ന പോലെ അർത്ഥരഹിതമായ ഒരു മറുപടിയാണ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ചലം കേട്ട് അതൊക്കെ പറയുന്ന പോലെ മറുപടിയാണ്. ഞാൻ ഉദ്ദേശിച്ചതല്ല, പി എന്നുള്ളതല്ല, പി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതിലൊരു അക്ഷരത്തിന്റെ വ്യത്യാസമാണ്. പക്ഷെ ആ വ്യത്യാസം വളരെ മാറ്റം വരുത്തുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ അതെന്താ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ഇതിലൊക്കെ എന്താണ് കുടിക്കുക എന്നുള്ളത് എന്താണ്? അത് ഒരു വ്യക്തിക്ക് ഒരു സ്വയം ചെയ്യാവുന്നതുണ്ട്. അതിന് നിർബന്ധത്തിന്റെ വിഷയം മറ്റൊരാളുടെ സഹായമൊന്നും വേണമെന്നില്ല. വെള്ളമുണ്ട്, നമുക്ക് ദാഹിക്കുന്നുണ്ട്, ആരെങ്കിലും പറയണ്ട നമ്മളോട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കുടിക്കാൻ പറ്റുകയല്ല. നമ്മൾ പഴഞ്ചൊല്ലില്ലേ, പറത്തുമ്പോൾ കയറുമ്പോൾ പിടിക്കാനും വിശക്കുമ്പോൾ ഉണ്ടാനും നമ്മളോട് ആരും പറയണ്ട അല്ലേ? അതേപോലെ അത് വെച്ചാൽ ദുരിമാറ്റി പറയാന്ന് മരം കയറുമ്പോൾ പിടിക്കാനും ദാഹിക്കുമ്പോൾ കുടിക്കാനും ആരും പറയണ്ട നമ്മളോട്. നമ്മൾ സ്വയം ചെയ്യും. മറ്റൊരാളില്ലെങ്കിലും സ്വയം ചെയ്യാൻ പറ്റുന്നതാണ്. ചിരിക്കാനൊക്കെ തന്നെയാണ്, സ്വയം ചെയ്യാൻ പറ്റും. ആരും വേണമെന്നില്ല, ആരും സഹായം വേണമെന്നില്ല, ആരും നിർബന്ധിക്കണമെന്നുമില്ല, പ്രേരിപ്പിക്കണമെന്നില്ല. നമ്മുടെ മനസ്സിലേതെങ്കിലും ഓർമ്മ വന്നാൽ മതി. ബാബുക്കയ്യയുടെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിൻ്റെയോ ഏതെങ്കിലും രംഗങ്ങൾ ഓർത്താൽ ചിലപ്പോൾ അറിയാതെ നമ്മൾ തിരിച്ചു പോകും. അത് നമ്മൾ മാത്രം മതി. എന്ന് വെച്ചാൽ ഒരു വ്യക്തി മാത്രം മതി എന്നർത്ഥം, ഒരു നാമം മാത്രം മതി എന്നർത്ഥം. കരയാതെ അല്ലേ നമ്മൾ വെറുതെ ഇരിക്കുന്ന ചിലപ്പോൾ കുട്ടി കരയുന്നത് കേട്ടോ, ആരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അവരെ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടല്ല. അവര് എന്തെങ്കിലും ആവശ്യത്തിലേക്ക് കരയും. അത് സ്വയം ചെയ്യാവുന്നതും മറ്റൊരാൾ നിർബന്ധിക്കേണ്ടതും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യമായിട്ടുള്ളതല്ല അത്. അതായത് ആ ദാപത്തിന് പ്രവൃത്തി ചെയ്ത ദാപത്തിന് ബാഹ്യപ്രേരണ കൂടെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അല്ലെങ്കിൽ ബാഹ്യമായ നിർബന്ധങ്ങൾ കൂടാതെ തന്നെ ചെയ്യാൻ കഴിയുന്നതാണ് ഇതൊക്കെ. അത് കുടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ ഒരു നാമം പോരാ. എന്താ കാരണം? കുടിക്കാനായിട്ട് ഒരാൾ മതി. കുടിപ്പിക്കുക എന്ന് പറയുമ്പോൾ രണ്ടാളെങ്കിലും ചുരുക്കിയത് കേട്ടോ. ഒരു പബ്ബിൻ കുട്ടി, അപ്പൊ ഈ അമ്മ കുട്ടിയെ കഷായം കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടിപ്പിക്കുന്നു എന്ന പ്രവൃത്തിക്ക് രണ്ടാൾ വേണം. എന്താ? അമ്മ വേണം, കുട്ടി വേണം. കുടിക്കാത്ത പ്രവൃത്തിക്ക് കുട്ടി മാത്രം മതി. അതാ കുടിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരാളുണ്ട്, അതനുസരിച്ച് ചെയ്യുന്ന ഒരാളുണ്ട്. രണ്ട് വേണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിന് പിരിച്ചെഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഞാൻ പിരിച്ചെഴുതി കാണിക്കാം. ഇതിൽ രണ്ട് ക്രിയ അടങ്ങിയുണ്ട്. അത് നിങ്ങൾക്ക് ഏതാന്ന് പറയൂ. കുടിക്കുക എന്നൊരു പ്രവൃത്തിയുണ്ട്, അത് ചെയ്യിക്കുക എന്ന ഒരു ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അപ്പൊ കുടിക്കുക എന്ന പ്രവൃത്തിയും ചെയ്യിപ്പിക്കുക എന്ന പ്രവൃത്തിയും ചേർത്ത് എഴുതിയ ക്രിയാവാക്കാണ് കുടിപ്പിക്കുക. അപ്പൊ രണ്ടുണ്ട്. ഏതൊക്കെയാണ്? ഈ പ്രവൃത്തിയും പിന്നെ അത് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തി. രണ്ട് പ്രവൃത്തികളുടെ സങ്കലനമാണത്. അത് ഇരട്ടക്കുട്ടികളുടെ പോലെയാണ്. രണ്ടെണ്ണം കൂടിയത്. ഇരട്ടപ്പഴത്തൊക്കെ പറയില്ലേ, ഇരട്ടപ്പഴത്തിൽ രണ്ട് പഴം ഒട്ടി നിൽക്കുന്ന പോലെ കുടിപ്പിക്കുക എന്നതിൽ കുടിക്കുക എന്ന ഒരു പ്രവൃത്തിയും
അതിന് ചെയ്യിപ്പിക്കുക എന്നൊരു പ്രവൃത്തിയും അത് രണ്ടും കൂടി കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണത്. രണ്ടിൻ്റെയും കൂടിച്ചേർന്നുള്ള ഉൽപ്പന്നമാണത്. ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരാൾ മതി, ചിരിപ്പിക്കാൻ രണ്ടാൾ വേണം അല്ലേ. ഒരു കുട്ടി ചിരിക്കും, തനിയെ ചിരിക്കും കുട്ടികളെ അല്ലേ. എന്തെങ്കിലും തമാശ കേട്ടാൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കണ്ടാൽ ചിരിക്കും അവർ. പക്ഷെ ചിലപ്പോൾ നമുക്ക് ചിരിക്കുക കുട്ടാക്കി നമുക്ക് ചിരിപ്പിക്കുക, അത് കിളിയാക്കി ചിരിപ്പിക്കും അല്ലേ. അപ്പം എന്താ, അതിൽ രണ്ടാൾ വേണം. അത് നിർബന്ധിക്കുന്ന ഒരാളും അതനുസരിക്കുന്ന ഒരാളും. അതുപോലെ തന്നെയാണ് കരയുകയും കരയിപ്പിക്കുകയും അല്ലേ. കരയാനായിട്ട് ഇപ്പോൾ ഒരാളൊന്നും വേണ്ട, വേറെ ആളെ സഹായമൊന്നും വേണ്ട. എന്തെങ്കിലും വിഷമമുള്ള കാര്യം ഓർമ്മയിലും ഉണ്ടാവും മതി, സ്വയം എടുത്ത് കരയും. പക്ഷെ കരയിപ്പിക്കുക എന്ന് പറയുമ്പോൾ വേറൊരു നാമത്തിൻ്റെ കൂടി സഹായം നമുക്ക് ആവശ്യമായി വരും അല്ലേ. ചില കുട്ടികളെ കരയിപ്പിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ കരയിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടി കരയുന്നു, അത് ചെയ്യിപ്പിച്ച് മറ്റ് ഏതെങ്കിലും വികൃതിയായ കുട്ടികളോ അല്ലെങ്കിൽ മറ്റുകളോ ആരയിക്കുമ്പോൾ പറയുന്നത് രണ്ട് കരയിപ്പിക്കൽ നടക്കുക, എന്താ പ്രക്രിയ നടക്കുക. അപ്പോൾ അത്തരം വാചകങ്ങൾ, അത്തരം ക്രിയകളുടെ വാചകങ്ങൾക്ക് പ്രത്യേക ഘടനയുണ്ട്. അതുകൊണ്ട് ആ ഘടന മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ പിരിച്ചെഴുതി നോക്കാം, ഒന്നുകൂടി വ്യക്തമാവും. നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കുടിപ്പിക്കുക എന്നുള്ളത് രണ്ട് ക്രിയകളുടെ സങ്കലനമാണ്. കുടിക്കുക പ്ലസ് ചെയ്യിപ്പിക്കുക, ചിരിക്കുക പ്ലസ് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിരിക്കുക പ്ലസ് ചെയ്യിപ്പിക്കുക, കരയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കരയുക പ്ലസ് ചെയ്യിപ്പിക്കുക. അപ്പോൾ രണ്ട് പ്രവൃത്തിയാണ്. ഈ ക്രിയകൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ക്രിയകളുടെ സങ്കലനമാണ്. രണ്ട് ക്രിയകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ക്രിയയാണ് ഇവ. അതിലെ ക്രിയകൾ ഏതാന്ന് ചോദിച്ചാൽ കുടിക്കുക എന്നൊരു പ്രവൃത്തി, കുടിക്കുക ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ കുടിക്കുക എന്ന പ്രവൃത്തിയും ചെയ്യിപ്പിക്കുക എന്ന പ്രവൃത്തിയും. അപ്പൊ ഈ രണ്ട് പ്രവൃത്തികളുണ്ട് ഈ വാക്കിൽ അല്ലേ. എന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം പറയാൻ എന്ത് വേണം, ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ എന്ത് വേണം, രണ്ട് നാമങ്ങൾ വേണം, രണ്ട് പ്രവൃത്തി കർത്താവ് വേണം അല്ല. ചെയ്യാൻ നാമാണ് വേണ്ട. നാമത്തെ നമ്മൾ വിളിക്കുന്ന പേര് കർത്താവാണ് അല്ലേ. പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ആ നാമത്തെ കർത്താവായ നാമം എന്ന് പറയും. അപ്പൊ കർത്താവായിട്ട് സബ്ജക്റ്റായിട്ട് രണ്ട് നാമങ്ങൾ വേണ്ടി വരും. അതാണ് അതിന്റെ പ്രത്യേകത. ആ പ്രത്യേകതയാണ് ഈ വാക്ക്. ഇതിന്റെ പ്രത്യേകത എന്താണ്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, ഇനി ഒരാളതിൽ ഫോഴ്സ് ചെയ്യുന്ന ആളായിരിക്കും അല്ലെ. ചെയ്യിപ്പിക്കുക എന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് അല്ലേ. അപ്പൊ ഒരു കുടിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുടിക്കുക എന്ന പ്രവൃത്തിയുണ്ട്, ചെയ്യിപ്പിക്കുക എന്ന പ്രവൃത്തി അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചെയ്യിപ്പിക്കുന്നതിന്, അതായത് നിർബന്ധിക്കുന്നതിന്, പ്രേരിപ്പിക്കുന്നതിന് ഒരു നാമുണ്ട്. ആ പ്രേരണ അനുസരിച്ച് എന്ത് ചെയ്യും, മറ്റൊരാള് ആ പ്രവൃത്തി വേറൊരു പ്രവൃത്തി ചെയ്യും. അതാണ് ഈ ക്രിയകളുടെ പ്രത്യേകത. ഇനി അപ്പൊ നോക്കുക, ചെയ്യിപ്പിക്കുമ്പോ അതിനെന്ത് വേണം, ആ പ്രവൃത്തി അനുഭവിക്കുന്ന ഒരാളുണ്ടായിരിക്കും അല്ലേ. അപ്പോ ചെയ്യിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിർബന്ധിക്കുമ്പോൾ അത് നിർബന്ധിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടാവും, അത് മാനേജറെ പോലത്തെ ഒരാളുണ്ടാവും അർത്ഥം. അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളുണ്ടാവും. അപ്പൊ ചെയ്യിപ്പിക്കുക എന്നതിന് ഒരു കർത്താവ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരു കർത്താവായിട്ടുള്ള നാമം ഉണ്ടായിരിക്കും എന്നർത്ഥം. സബ്ജക്റ്റ് ആയിട്ടുള്ള നാമം എന്ന് പറയാം. അതുപോലെ ചെയ്യിപ്പിക്കുക എന്നത് ചെയ്യിക്കുമ്പോൾ അത് അനുഭവിക്കുന്ന ആ പ്രവൃത്തി അതനുസരിച്ച് നിർബന്ധം അനുസരിച്ച് അനുഭവിക്കുന്ന ഒരാളുണ്ടാവും. ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ, ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ആള് അപ്പം എന്താ കർമ്മമായിരിക്കും. അപ്പൊ ചെയ്യിപ്പിക്കുക എന്ന ഒരു ക്രിയയ്ക്ക് എന്തായിരിക്കും ഉണ്ടാവുക, അതിന് ഒരു കർത്താവ് ഉണ്ടായിരിക്കും, അത് സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനൊരു
കർമ്മം അഥവാ ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതിന് കാരണം മനസ്സിലായി. നിർബന്ധിക്കുമ്പോൾ ചെയ്യുന്ന ഒരാളുണ്ട്, ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരാൾ. അപ്പോൾ എന്ത് വെച്ചാൽ ഈ ചെയ്യിപ്പിക്കുക എന്ന പ്രവൃത്തിക്ക് ഒരു സബ്ജക്റ്റ് ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ആ ചെയ്യിപ്പിക്കുന്ന എന്ന പ്രവൃത്തിയുടെ സബ്ജക്റ്റ് എവിടെയാണ് വരിക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം. എവിടെയാണ് വരിക? ആ ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിക്ക് മുമ്പിൽ. ആ ചെയ്യിപ്പിക്കുക എന്നതിൻ്റെ കർമ്മം എവിടെയാണ് വരിക? അതിൻ്റെ ശേഷം, ചെയ്യിപ്പിക്കുന്ന ക്രിയയ്ക്ക് ശേഷം. അത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി അതനുസരിച്ച് ഒരു ഓബ്ജക്റ്റ് ഇതുണ്ടാവും. ആ ഓബ്ജക്റ്റ് ആണ് എന്ത് ചെയ്യുക, പിന്നെ ഒരു പണി ചെയ്യുക. ആ പണി എന്തായിരിക്കും? കുടിക്കുക എന്ന ഒരു പണി ചെയ്യും. അപ്പോൾ എന്ത് വേണം? അപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു സബ്ജക്റ്റ് വേണം. പിന്നെ അത് പ്രവൃത്തിക്ക് അനുസരിച്ച് വിധേയപ്പെടുന്ന ഒരു നാമം ഉണ്ടെങ്കിൽ അതിന് ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ കുടിക്കുക എന്ന പ്രവൃത്തിക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് ചിലപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ വേണമെങ്കിൽ അഡ്വർബുകളും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ വാചകങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് വച്ചാൽ ഈ ക്രിയ ഉള്ള ഇത്തരം ക്രിയയുള്ള വാചകങ്ങൾ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. കാരണം ഇത് രണ്ട് ക്രിയകളുടെ സങ്കലനമായതുകൊണ്ട് രണ്ട് കർത്താവ്, അപ്പോൾ രണ്ട് ഒബ്ജക്റ്റ്, അതുപോലെ ഒന്നിൽ കൂടുതൽ അഡ്വർബ് ഉണ്ടെങ്കിൽ അവക്കുള്ള വാചകങ്ങൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അത്തരം വാചകം എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, നമുക്ക് ചിന്തിച്ചാലറിയാം. അപ്പോൾ അത്തരം വാചകങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ അത്തരം വാചകങ്ങളുടെ നമുക്കൊന്ന് അത്തരം ഒരു വാചകം എഴുതി നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. അപ്പോൾ അത്തരം വാചകങ്ങളെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ആ വാർത്തയിലെ പ്രധാന സംഭവത്തെ ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ. അപ്പോൾ ഞാൻ ആ പത്രത്തിൽ കണ്ട വാർത്ത ആണ് വാചക രൂപത്തിൽ എഴുതിയിട്ടുള്ളത്. ഒരു ഉന്നത കുലജാതൻ ഒരു ദളിതനെ യുവാബ് ജലം കുടിക്കുക ചെയ്യിപ്പിച്ചു എന്ന് വെച്ചാൽ കുടിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഉന്നത കുലജാതൻ ഒരു ദളിതനെ യുവാബ് ജലം കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു വാചകം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലേക്ക് വരും. അതിൽ രണ്ട് സംഭവം നടന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് രണ്ട് സംഭവം എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചാൽ പറയാൻ പറ്റും. രണ്ട് പ്രവൃത്തികളാണ് അതിലുള്ളത്. ഒന്ന്, ഉന്നത കുലജാതൻ ദളിതനെ നിർബന്ധിച്ചു. ആ നിർബന്ധം അനുസരിച്ച് മറ്റൊരു പ്രവൃത്തി ചെയ്തു. ദളിതൻ ശിവാഭുജലം കുടിച്ചു. അങ്ങനെ രണ്ട് പ്രവൃത്തികൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വ്യക്തമല്ലേ? അപ്പൊ ഏതൊക്കെ രണ്ട് പ്രവൃത്തികൾ? ഉന്നത കുലജാതൻ ഒരു ദളിതനെ നിർബന്ധിച്ചു. ആ ദളിതൻ ശിവാഭുജലം കുടിച്ചു. അങ്ങനെ രണ്ട് പ്രവൃത്തികൾ കുറിക്കുന്ന രണ്ട് വാചകത്തെ സങ്കലനം ചെയ്ത് എഴുതിയ ഒരൊറ്റ വാചകമാണ് ഇത്. അപ്പൊ കുടിക്കുക ചെയ്യിപ്പിച്ചത് മറ്റേ കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു ഉന്നത കുലജാതൻ ഒരു ദളിതനെ ശിവാഭുജലം കുടിപ്പിച്ചു എന്നുള്ള പിരിച്ചെഴുതുമ്പോൾ ഈ പ്രവൃത്തി വെച്ച്, ഈ ചെയ്യിപ്പിച്ചു എന്ന പ്രവൃത്തി വെച്ച് ഒരു വാചകവും, അതുപോലെ തന്നെ കുടിക്കുക എന്ന പ്രവൃത്തി വെച്ച് മറ്റൊരു വാചകവും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ആ രണ്ട് വാചകങ്ങൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. എഴുതി കാണിക്കും, ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ. പത്രവാർത്തയായിട്ടുള്ള ആ വാചകം ഞാൻ ഈ ഇതിലാക്കിയിട്ടുണ്ട്, ഒരു കള്ളിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ പിരിച്ചെഴുതാം. ഓക്കെ. അപ്പോൾ ഈ കള്ളിയിലുള്ള ഒറ്റ വാചകത്തിൽ
രണ്ട് വാചകങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ്. അവ ഞാനിപ്പോൾ എഴുതിയിട്ടുണ്ട്. ഒരു ഉന്നത കുലജാതൻ ഒരു ദളിതനെ ചെയ്യിപ്പിച്ചു. ആ ചെയ്യിപ്പിച്ച കാരണം ആ ദളിതൻ ശിവാബുജലം കുടിച്ചു. അങ്ങനെ രണ്ട് വാചകങ്ങൾ അടങ്ങിയിട്ടൊരു വാചകമാണ് ഈ ബോക്സിൽ എഴുതിയിട്ടുള്ളത്, ഈ കള്ളിയിൽ എഴുതിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ രണ്ട് വാചകങ്ങൾ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാം ഇല്ലേ? ഒരു ജാതൻ ഒരു ദളിതനെ ചെയ്യിപ്പിച്ചു എന്ന വാചകം നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വാചകമാണ്, അടിസ്ഥാന വാചകത്തിൽപ്പെട്ട ഒരു വാചകമാണ്, നിങ്ങൾക്കറിയാം. ആ ദളിതൻ ശിവാംബുജലം കുടിച്ചു, അത് സിമ്പിളായിട്ടുള്ള ഒരു വാചകം നിങ്ങൾക്കറിയാം. അത് രണ്ട് എഴുതാൻ നിങ്ങൾക്കറിയാം. അപ്പോൾ ആ രണ്ട് വാചകം കൂട്ടി എഴുതിയ ഒരു വാചകം ആയിരിക്കും ഈ മുകളിലത്തെ വാചകത്തിൻ്റെ തർജ്ജമ അല്ലേ? അപ്പോൾ ഈ കള്ളിയിൽ എഴുതിയിട്ടുള്ള വാചകത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് വാചകങ്ങളും കൂട്ടിച്ചേർത്ത ഒരു വാചകം എഴുതാൻ മതി. അതൊക്കെ മനസ്സിലായി. അപ്പോൾ ആ രണ്ട് അപ്പോൾ ഈ വാചകത്തിൻ്റെ ഇംഗ്ലീഷായി വരുന്ന വാചകവും രണ്ടാമത്തെ വാചകത്തിൻ്റെ ഇംഗ്ലീഷായി വരുന്ന വാചകം കൂട്ടി എഴുതിയാൽ എന്തായി? ഈ കള്ളിയിലുള്ള തർജ്ജമയായല്ലോ. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അത് മനസ്സിലാകണമെങ്കിൽ, എങ്ങനെ കൂട്ടി എഴുതാം എന്ന് മനസ്സിലാകണമെങ്കിൽ, ഈ കുടിപ്പിക്കുക എന്ന ക്രിയ, കുടിപ്പിച്ചു എന്ന ക്രിയയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് അറിയണം. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് നമ്മൾ എഴുതാനറിയാം. അപ്പോൾ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിക്കുക എന്നുള്ളതറിയാം. കുടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? അപ്പോൾ നമുക്കറിയാം, അത് നമുക്കറിയണം. നമുക്കെല്ലാവരും അറിയാം. നമുക്കറിയാം നമ്മൾ കുടിച്ചു എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് അറിയാത്തവരുണ്ടാവില്ല. ഡ്രാങ്ക് എന്ന് പറഞ്ഞ് കുടിച്ചു. പക്ഷെ കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? ഇംഗ്ലീഷിൽ എന്താണ്? ഒരു പി ചേർക്കണ പോലെ വല്ല സൂത്രമുണ്ടോ? അതിനങ്ങനെ ഒറ്റ വാക്കല്ല. ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. കുടിപ്പിക്കുക എന്നുള്ളതിന്, അതിന് കുടിക്കുക എന്നുള്ളതിന് നമ്മൾ രണ്ട് വാക്ക്, മെയ്ക്ക് ഡ്രിങ്ക് എന്താണ് പറയുക? കുടിക്കൽ എന്താണ്? മെയ്ക്ക് ഡ്രിങ്ക്. മെയ്ക്ക് പിന്നെ ഡ്രിങ്ക്. എങ്ങനെ രണ്ടെണ്ണത്തെ? ഡ്രിങ്ക്. മെയ്ക്കും ഡ്രിങ്കും ചേർന്നിട്ട് മെയ്ക്ക് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക. അപ്പോൾ കുടിക്കുക എന്നുള്ളതിന് ഡ്രിങ്ക് ആണെന്നൊക്കെ അറിയാം. ചെയ്യിക്കുക എന്നുള്ളതിന് മെയ്ക്ക് എന്നിപ്പോൾ പറഞ്ഞു തന്നു. ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് മെയ്ക്ക്. അപ്പോൾ അത് രണ്ടും കൂട്ടിച്ചേർക്കുമ്പോൾ മെയ്ക്ക് ഡ്രിങ്ക് എന്നാണ് ഇംഗ്ലീഷിൽ പറയും. മെയ്ക്ക് ഡ്രിങ്ക് കുടിപ്പിക്കുക. അപ്പോൾ മെയ്ക്ക് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുക. ഇനി കുടിപ്പിക്കുന്നു എന്നുള്ളതിന് എങ്ങനെയാണ് വെക്കിയപ്പോൾ? സിംഗുലർ ആണെങ്കിൽ മെയ്ക്കിനൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. കുടിപ്പിക്കുക, ചെയ്യിക്കുന്നു എന്നല്ല പറയാം. കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിപ്പിക്കുക, ചെയ്യിക്കുന്നു എന്ന് വെച്ചാൽ അതിന് രണ്ടിനും മാറ്റില്ല. ഇത് ടെൻസുകളാക്കുമ്പോൾ മെയ്ക്കിന് മാത്രമാണ് ടെൻസ് മാറ്റം വരുത്തുള്ളൂ. മെയ്ക്സ് ഡ്രിങ്ക് കുടിപ്പിക്കുന്നു. ബഹുവചനാണെങ്കിൽ മെയ്ക്ക് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ കുടിപ്പിക്കുന്നു. കുടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞേ. അതായത് കുടിപ്പിക്കുക, ചെയ്യിപ്പിച്ചു അല്ലെ? കുടിക്കുക, ചെയ്യിപ്പിച്ചു. അപ്പൊ കുടിക്കുക എന്നൊരു മാറ്റമില്ല. ചെയ്യിപ്പിക്കുന്നത് മെയ്ക്കാണ്. അതെന്തോ മെയ്ഡ്. കുടിപ്പിച്ചു, ചെയ്യിപ്പിച്ചു. അപ്പോൾ കുടിക്കുക, ചെയ്യിപ്പിച്ചു എന്നുള്ളത് എന്തായിരിക്കും വരിക? മെയ്ഡ് ഡ്രിങ്ക്. മെയ്ഡ് ഡ്രിങ്ക്. കുടിപ്പിക്കും എന്നുള്ളത് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക?
കുടിപ്പിക്കും എന്ന് പറഞ്ഞാൽ രണ്ട് ഏതൊക്കെയായിരിക്കും വരിക? കുടിപ്പിക്കുക, ചെയ്യിപ്പിക്കും, അല്ലേ? അപ്പോ ആ ചെയ്യിപ്പിക്കും എന്നാ മാറുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ്. ആ മെയ്ക്കാണ് മാറുന്നത്. വിൽ മേക്ക് ഡ്രിങ്ക്, അങ്ങനെയാണ് വരിക. ആ കാര്യം അപ്പൊ ടെൻസാക്കി മാറ്റുമ്പോ ഇതിലെ മെയ്ക്കിന് മാത്രമാണ് മാറ്റം വരുന്നു. മനസ്സിലായി? അക്കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് കുടിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ മെയ്ക്ക് എന്നിട്ട് അത് ചെയ്യിപ്പിച്ചു എന്നായി വരും, മെയ്ഡായി മാറും. ഇതിന് മാറില്ല, ഡ്രിങ്ക് മാറില്ല. അപ്പോൾ ഇതിന് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ചിരിക്കുക എന്നുള്ളതിന് ലാഫാണ്. അത് ചിരിപ്പിക്കുക എന്നുള്ളതിന് എങ്ങനെയാ പറയാ? ബേക്ക് ലാഫ്. കരയുക എന്നുള്ളതിന് ക്രൈ. അപ്പൊ കരയിപ്പിക്കുക എന്നുള്ള ഇംഗ്ലീഷ് എന്തായിരിക്കും? ബേക്ക് ക്രൈ. ഇനി ഇപ്പൊ നോക്ക്, അപ്പൊ ബേക്ക് ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കുക. അപ്പൊ ചിരിപ്പിച്ചു എന്നുള്ളതിന് എന്താ പറയാ? അതായത് ചിരിപ്പിക്കുക, ചെയ്യിപ്പിച്ചു, അല്ലേ? അപ്പൊ ആ ചിരിക്കുക എന്നുള്ളത് മാറില്ല, ചെയ്യിപ്പിക്കുക എന്നുള്ളത് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ മെയ്ഡ് ലവ്. കരയുക എന്നുള്ളത് ക്രൈ. അപ്പോ കരയിപ്പിച്ചു എന്നുള്ളത് എങ്ങനെ വരിക? കരയുക, ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാല് ചെയ്യിപ്പിച്ചുള്ളത് മെയ്ഡ് ക്രൈ. ഇനി ഫ്യൂച്ചർ ചോദിക്കട്ടെ നിങ്ങളോട്, കരയിപ്പിക്കും എങ്ങനെ വരിക? കരയുക, ചെയ്യിപ്പിക്കും, അല്ലേ? അപ്പൊ ചെയ്യിപ്പിക്കുന്നുള്ളതിനെ വിൽ മെയ്ക്ക്. പിന്നെ ക്രൈനെ വേണം മാറ്റം പെടുത്തേണ്ടത്. വിൽ മെയ്ക്ക് ക്രൈ. ഇനി കരയിപ്പിക്കുകയാകുന്നു എന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കും? നിങ്ങൾ ആലോചിച്ച് പറഞ്ഞ സിംഗുലറാണ് എന്ന് വിചാരിക്കുക. കരയിപ്പിക്കുകയാകുന്നു. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? അതിന്റെ വെർബ് കരയിപ്പിക്കുക, കരയിപ്പിക്കുകയാകുന്നു എന്ന് പറഞ്ഞാൽ കരയുക, ചെയ്യിപ്പിക്കുകയാകുന്നു എന്നാണ്. കരയുക, ചെയ്യിപ്പിക്കുകയാകുന്നു. അപ്പോ ചെയ്യിപ്പിക്കുകയാകുന്നു എന്നുള്ളതാണ് മാറുന്നത്. ഈസ് മേക്കിംഗ് ക്രൈ. ഈസ് മേക്കിംഗ് ക്രൈ. മനസ്സിലായ? കരയിപ്പിച്ചിട്ടുണ്ട് എന്നെ വരിക. അപ്പൊ വരിക കരയുക, ചെയ്യിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ഹാവ് അല്ലെങ്കിൽ ഹാസ് മെയ്ഡ് ക്രൈ. അങ്ങനെയാണ് വരിക. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ പഠിച്ചിട്ടില്ലാണ് അങ്ങനെ വരിക. അതിന്റെ ടേബിൾ വടക്കി ചോദിച്ചത് എഴുതിയിടാം. ഓക്കെ. ഇപ്പൊ നോക്കാം, നമ്മളിപ്പോ വിവരിച്ചത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടിക്കുക, ചെയ്യിപ്പിക്കുന്നു, അങ്ങനെ രണ്ട് സങ്കലനാണെന്ന് മനസ്സിലായി. ആ മേക്സിന്റെ ഇംഗ്ലീഷിൽ ഒരു ആദ്യം ഇതാ വരിക, മെയ്ക്ക് ഓർ മേക്ക്. ചെയ്യിപ്പിക്കുന്ന ഇംഗ്ലീഷായ മെയ്ക്ക് ഓർ മേക്സ് ആണ് വരിക. ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിന് ഏകജനാണെങ്കിൽ മേക്സും ബഹുവചനാണെങ്കിൽ മേക്കും അറിയാം. അതുകൊണ്ട് മെയ്ക്ക് ഓർ മേക്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മലയാളം നോക്കുകയാണെങ്കിൽ കുടിക്കുക എന്നുള്ളതിന് മാറ്റങ്ങൾ വന്നിട്ടില്ല, അല്ലേ? അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്ത് നോക്കുക, കുടിപ്പിച്ചു. അപ്പൊ ടെൻസ് ഏതായി? അത് പാസ്റ്റ് ടെൻസായി. അപ്പോ അതെങ്ങനെയാ വരിക? കുടിക്കുക, ചെയ്യിപ്പിച്ചു, അല്ലേ? കുടിപ്പിച്ചു എന്നുള്ളതിന് കുടിക്കുക, ചെയ്യിപ്പിച്ചു. അപ്പൊ എന്താ ചെയ്ത്? അത് ചെയ്യിപ്പിച്ചു എന്നുള്ളതിന് മെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ഡ്രിങ്ക്. ഇവിടെ ഡ്രിങ്കിന് മാറ്റില്ല. അപ്പൊ ടെൻസ് മാറുമ്പോ ഏത് മാറില്ല? ഈ വെർബ് മാറില്ല. ഈ മെയ്ക്ക് എന്നുള്ള ഭാഗമാണ് മാറുന്നത്, അല്ലേ? അത് ശ്രദ്ധിക്കുക. ആ ചെയ്യിപ്പിക്കുക, ഫോഴ്സ് ചെയ്യുന്നവന് തുല്യമായ നിർബന്ധിക്കുന്നതിന് അല്ലെ ചെയ്യിപ്പിക്കുക എന്നതിൻ്റെ ഭാഗം മാത്രമാണ് മാറുന്നത്, ടെൻഷനനുസരിച്ച് മാറുന്നത് എന്ന് മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഒരു ചെറിയ സ്പേസ് ഇംഗ്ലീഷിൽ വരും, അല്ലേ? മേക്ക് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ഡ്രിങ്ക് വരിക. നമ്മൾ ഒരുമിച്ചാണ് ഉപയോഗിക്കുക എങ്കിലും അതിൽ ചെറിയ സ്പേസ് വെച്ചിട്ടാണ് ഉപയോഗിക്കുക. അതൊരു പ്രത്യേകതയാണ് ഇംഗ്ലീഷിൻ്റെ. അതെന്താണ് നമ്മൾ വാചകം എഴുതുമ്പോൾ മനസ്സിലാവും.
നമുക്കിനി ഈ രണ്ട് വാചകങ്ങളുടെ ഇംഗ്ലീഷ് ആക്കാം. അതിനുശേഷം അത് കൂട്ടി എഴുതി നോക്കാം. ആദ്യ വാചകത്തിൻ്റെ ഇംഗ്ലീഷും രണ്ടാമത്തെ വാചകത്തിൻ്റെ ഇംഗ്ലീഷും നമുക്ക് എഴുതാം. ഓക്കെ. ഇപ്പം ഞാൻ ഈ രണ്ട് വാചകങ്ങളുടെ, ഈ ചെറിയ രണ്ട് വാചകങ്ങളുടെ ഇംഗ്ലീഷ് തർജ്ജമ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം അല്ലേ? നിങ്ങൾക്കറിയാം ഈ കള്ളിയുള്ള വാചകം എന്നുള്ളത്, അതായത് ഒരു ഉന്നത കുലജാതൻ ഒരു ദളിതനെ ശുഭാംബുജലം കുടിപ്പിച്ചു എന്ന വാചകം, താഴെയുള്ള ഈ രണ്ട് വാചകങ്ങളുടെ സങ്കലനമാണ് എന്നറിയാം. ഒന്നാമത്തെ വാചകത്തിൽ തർജ്ജമയാണ് ആൻ അപ്പർ ക്ലാസ് മാൻ മെയ്ഡ് എ ദളിത്. ഒരു അപ്പർ ക്ലാസ് മാൻ ഒരു ദളിതനെ ചെയ്യിപ്പിച്ചു. ആ ദളിതൻ ശുഭാംബുജലം കുടിച്ചു. അതിൻ്റെ ഇംഗ്ലീഷാണ് എന്താ? ദളിത് ഡ്രാങ്ക് യൂറിൻ എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വാചകത്തിൻ്റെയും തർജ്ജമ എഴുതി അതൊക്കെ ഈ രണ്ട് വാചകം സങ്കലനം ചെയ്താൽ എന്ത് കിട്ടും? അപ്പോൾ ഈ കള്ളിലേരി വാചകത്തിൻ്റെ തർജ്ജമ കിട്ടില്ലേ? അങ്ങനെയാണല്ലോ വേണ്ടത്. കാരണം ഇതിൻ്റെ രണ്ട് വാചകങ്ങൾ ഇതാണ്, ഇത് കൂട്ടിയതാണ് ഇത് എങ്കിൽ ഇതിന് ഈ രണ്ട് തർജ്ജമ കൂട്ടിയാൽ ഈ കള്ളിയിലെ വാചകം കിട്ടണം. അങ്ങനെയാണല്ലോ കണക്ക് അതിൻ്റെ. അപ്പോൾ ഇത് കൂട്ടി എഴുതാം. എങ്ങനെ ഇതൊക്കെ കൂട്ടി എഴുതുക? അതിന് ചില കാര്യം നമുക്കറിയണം. ആദ്യ വാചകത്തിലെ സബ്ജക്റ്റ് ഏതാ? ഉടനെ നിങ്ങൾ പറയും ആൻഡ് അപ്പർ ക്ലാസ് മാൻ പറയും. കാരണം അത് ഏത് ക്രിയയുടെ സബ്ജക്റ്റ്? മെയ്ഡിൻ്റെ. ആ മെയ്ഡിൻ്റെ സബ്ജക്റ്റ് മുമ്പിൽ വരണം. ആ മെയ്ഡിൻ്റെ ഓബ്ജക്റ്റ് ചെയ്യിപ്പിക്കുന്ന വിധേയപ്പെട്ട വ്യക്തി ദളിതായ കാരണം ദളിത് ശേഷം വരണം. അത് നമുക്കറിയാം. അപ്പോൾ ദളിത് ഈ വാചകത്തിൽ എന്താണ്? ഓബ്ജക്റ്റാണ്. ഇത് നോക്കുക, അടുത്ത വാചകം ദളിത് ഡ്രാഗ് യൂറിൻ. ആ ഡ്രാഗ് എന്ന വാചകത്തിൽ ദളിത് വരുന്നുണ്ട്. ആ ഡ്രാഗ് എന്ന ക്രിയയാണ്. ഡ്രാഗ് എന്ന ക്രിയയുടെ സബ്ജക്റ്റ് ഏതാ എന്ന് പറയാൻ മുമ്പിൽ വരുന്നത് ഏതാണ്? ദളിത്. ശേഷം ഓബ്ജക്റ്റ് വെച്ചാൽ യൂറിൻ അല്ല, കാരണം അത് ശേഷം വരുന്നു. അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇതൊരു രണ്ട് കൂട്ടി എഴുതും എഴുതി കഴിഞ്ഞാൽ ശരിയായില്ലേ? പക്ഷെ കൂട്ടി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, ഈ ദളിത് എന്നൊരു വാക്കിന് പ്രത്യേകത. ആ ദളിത് എന്ന വാക്കിന് പ്രത്യേകത ഈ ആദ്യ വാചകത്തിൽ മെയ്ഡിന്റെ ഓബ്ജക്റ്റായി വരുന്നു. രണ്ടാമത്തെ വാചകത്തിൽ അത് ഈ അടുത്ത വാചക സബ്ജക്റ്റായിട്ട് വരുന്നു. അപ്പോൾ ഒരേ വാക്ക് കൂട്ടി എഴുതുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആവർത്തിക്കണ്ട. എങ്ങനെ ചെയ്താൽ മതി? അത് ഒരേ സമയം സബ്ജക്റ്റ് ആവുകയും ഓബ്ജക്റ്റ് ആവുകയും ചെയ്തു എഴുതിയാൽ മതി. അതായത് ആദ്യ വാചകത്തിന്റെ ഓബ്ജക്റ്റും രണ്ടാമത്തെ വാചകത്തിന്റെ സബ്ജക്റ്റും. അപ്പൊ എന്ന് വെച്ചാൽ മെയ്ഡിന് ശേഷമായിരിക്കണം ദളിത് എഴുതേണ്ടത്, ഡ്രാങ്കിന് മുന്നിലായിരിക്കണം ദളിത് എഴുതേണ്ടത്. അപ്പോൾ ശരിയായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ദളിത് മാറ്റി കേട്ടാൽ മതി. ഈ ദളിത് രണ്ടാമത്തെ ദളിത് മാറ്റി എഴുതിയാൽ മതി. ഇത് അപ്പൊ ഒരു വാചകാക്കാം. ആ വാചകം കഴിഞ്ഞിട്ട് പ്ലസ് ഡ്രാഗ്. അപ്പൊ എന്തായി? ഇതിൽ നോക്കുമ്പോ ആൻഡ് അപ്പർ ക്ലാസ് മാൻ മെയ്ഡ് എ ദളിത് ഡ്രാഗ് യൂറിൻ. കുടിപ്പിച്ച് ജയിച്ചത് വേണ്ട, കുടിപ്പിക്കുക ജയിച്ചത് മതിയല്ലോ അല്ലേ? അപ്പർ ക്ലാസ് മാൻ മെയ്ഡ് എ ദളിത് ഡ്രാങ്ക് യൂറിൻ. കുടിപ്പിച്ച് ജയിച്ചത് വേണ്ട, കുടിപ്പിക്കുക ജയിച്ചു. അപ്പൊ ഡ്രിങ്ക് ഇത് മതി. അപ്പൊ ഇത് മാറിയിട്ട് എന്ത് വരും? അപ്പൊ ഒരെണ്ണം കളയ, ഇത് എന്താക്കിയാൽ മതി? ഡ്രിങ്ക് ഇതാക്കിയാൽ മതി. ഡ്രിങ്ക് മനസ്സിലായി? നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് ഈ രണ്ട് വാചകം? അപ്പൊ ഒരു ഉന്നത കുലജാതൻ ഒരു ദളിതനെ ശിവാംബുജലം കുടിപ്പിച്ചു എന്ന് പറയുമ്പോൾ an upper class man made a dalit urine. യൂറിൻ ഒരു ദളിതിനെ അപ്പർ ക്ലാസ് മാൻ കുടിപ്പിക്കുക ചെയ്യിച്ചു. കണ്ട? അപ്പൊ ഇങ്ങനെയൊക്കെ അപ്പർ ക്ലാസ് മാൻ മെയ്ഡ് ചെയ്യിച്ചു. എന്ത്? ദളിത് എന്ത്? ഡ്രിങ്ക് കുടിപ്പിക്കുക. എന്ത്? യൂറിൻ കുടിപ്പിക്കുക ചെയ്യിച്ചു.
മനസ്സിലായ? അപ്പൊ എന്താണ് ഇതിന്റെ മനസ്സിലായി? അപ്പൊ എന്നെ നേരത്തെ കൊണ്ട് ബെയ്ഡ് കഴിഞ്ഞിട്ട് കുത്തിട്ടത് കാരണം ചെറിയ സ്പേസ്, അത് കാരണം ഈ ബെയ്ഡ് ഉപയോഗിച്ച് ഈ വാചകം ഉപയോഗിക്കുമ്പോ ബെയ്ഡ് കഴിഞ്ഞിട്ട് എന്ത് വേണം? ഒരു ഓബ്ജക്റ്റ് വരണം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരാൻ പറ്റുള്ള വേറൊരു ക്രിയ വരിക. അപ്പൊ കുടിപ്പിക്കുക എന്നുള്ള നമ്മൾ കുടിപ്പിച്ചെന്ന് പറയുമ്പോൾ മെയ്ക്ക് ഡ്രിങ്കാന്ന് നമുക്കറിയാം. പക്ഷെ മെയ്ക്കിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഒന്ന് വരണം. അല്ല, മെയ്ക്കിന്റെ തെറ്റി പറഞ്ഞു, മെയ്ഡിന്റെ ഓബ്ജക്റ്റ് ആയിട്ട് ഒരു വാക്ക് വരണം. ആ വാക്ക് തന്നെ ഡ്രിങ്കിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരണം. അങ്ങനെ വരുന്ന വിധത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ വേണം. ഡ്രിങ്കിന്റെ സബ്ജക്റ്റ് ആയിട്ട് തെളിയുന്നത് പറയും, മെയ്ഡിന്റെ ഓബ്ജക്റ്റ് ഏതാന്ന് പറഞ്ഞാൽ തെളിയുന്നത് പറയും. അപ്പൊ ഒരേ സമയം ഈ വാക്ക് ഒന്നിന്റെ ഓബ്ജക്റ്റും ഒന്നിന്റെ സബ്ജക്റ്റുമാണ്. ഇതിന്റെ സബ്ജക്റ്റുമാണ്, ഇതിന്റെ ഓബ്ജക്റ്റുമാണ്. മനസ്സിലായ? അപ്പൊ പ്രത്യേക ഘടനയാണ് അല്ലേ? അപ്പൊ ഇത് മാറ്റി കളഞ്ഞ് നോക്കിയാൽ എന്തായിട്ട് ഘടന? വാചകത്തിന്റെ ഘടന എങ്ങനെയായിരിക്കും? ഇത് സബ്ജക്റ്റ്, ഇത് മെയ്ഡ് അല്ലേ? മെയ്ഡിന്റെ ഫോം ഒരു ടെൻസ്, മെയ്ഡിന്റെ ടെൻസ് അനുയോജ്യമായ ടെൻസ്, പിന്നെ ഒരു ഓബ്ജക്റ്റ്, പിന്നെ വെർബ് റൂട്ട്, മറ്റൊരു വെർബ് റൂട്ട് പ്ലസ് യൂറിൻ അല്ലേ? അത് ഓബ്ജക്റ്റ്. ഇതാണ് ഇതിന്റെ ഘടന അല്ലേ? അപ്പോൾ ഇതിന്റെ ഈ ബേക്ക് ചെയ്യിപ്പിക്കുക, കുടിപ്പിച്ചു എന്ന വാക്ക് വെച്ചുള്ള വാചകത്തിന്റെ ഘടന പ്രത്യേകത മനസ്സിലായില്ലോ? അത് സബ്ജക്റ്റ്, പിന്നെ വെർബായിട്ട് മെയ്ഡ്, അത് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ്, പിന്നെ ഒരു വെർബ് റൂട്ട്, അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റ്, പിന്നെ അഡ്വർബ് ഉണ്ടെങ്കിൽ പിന്നെ അഡ്വർബ് വയ്ക്കാം. അതാണ് എൻ്റെ ഇത്. അപ്പൊ ഇത് ഞാനിവിടെ പത്രത്തിൽ വന്ന് വാർത്തകാരാണ് എഴുതിയത്. പഠിപ്പിക്കാൻ നല്ലൊരു വാചകമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പൊ യൂറിൻ എന്തൊക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ളവര്, അതൊരു അരോചകമായിട്ടോ ഒരു അതിക്രമമായിട്ടൊക്കെ തോന്നുന്നവർക്ക് നമുക്ക് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും, കോഫി എന്തെങ്കിലും വെക്കാം. അത് വിരോധമില്ല. പക്ഷെ നമ്മള് ഇത് യൂറിൻ പോലെ ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, വളരെ പ്രഗത്ഭരായ പ്രധാനമന്ത്രി. 102 വയസ്സ് ഒരാൾ ജീവിച്ചു, വളരെ ആരോഗ്യത്തോടെ, ചെറുപ്പക്കാരനെ പോലെ. അയാൾ എന്താണ് ആരോഗ്യം ചോദിച്ചു കഴിഞ്ഞാല് ഈ ശിവാബുജലമായിരുന്നു, സ്വന്തം ശിവാബുജലം. അദ്ദേഹത്തെ കുറിച്ച് വളരെ തമാശ രസകരമായ കാർട്ടൂണൊക്കെ ഞാൻ കണ്ടു. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ആൾക്ക് നല്ലൊരു വിരുന്ന് കൊടുത്തു. ആ വിരുന്ന് സമയത്ത് നല്ല എല്ലാ ആളുകൾക്കും മദ്യം വിളമ്പിയും കൊടുത്ത് അദ്ദേഹത്തിന് മുമ്പിൽ നല്ല 3x റബ്ബ് പോലത്തെ ഗ്ലാസ്സിൽ എന്തോ ഇരിക്കുന്നത് കൊണ്ടുവച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നമ്മളൊന്നും തൊഴില്ല, കാരണം മദ്യം നിശ്ചിതാണ് നമുക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ് റോയൽ, രാജകീയ സാധനമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാർട്ടൂൺ ഞാൻ കണ്ടിട്ടുണ്ട്, രസകരമായിട്ടുള്ളത്. അപ്പോൾ അത് അത്രയ്ക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും അങ്ങനെ അതിക്രമമായി തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം. എന്തായാലും നമുക്ക് അതിൻ്റെ ഘടന മനസ്സിലായി അല്ലേ? മെയ്ക്കും വെർബും വരുന്ന ആ പ്രയോഗത്തിന്റെ നമുക്ക് അവ മെയ്ക്ക് വെർബിന്റെ ആ പാറ്റേൺ നമുക്ക് പിടികിട്ടി അല്ലേ? എന്താണ് ആ പാറ്റേൺ? ആ പാറ്റേൺ എന്താണ്? ഇതാണ്. An upper class man made Dalit drink urine എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്താണ് ഇത്? സബ്ജക്റ്റ്, പിന്നെ വെർബ് അല്ലേ? മെയ്ക്ക് അല്ലേ? മെയ്ക്കിൻ്റെ ഫോം, ടെൻസ് ഫോം, അത് ഏതാ വെച്ചാൽ വെക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ ഒരു ഓബ്ജക്റ്റ്. അപ്പോൾ ഓബ്ജക്റ്റ് അത് കഴിഞ്ഞാൽ എന്ത് വരും? പ്ലസ് വെർബ്. ഡ്രിങ്കാണ് ഒന്ന്, ആ ടെൻസ് അല്ല ഒന്ന്, വെർബ്. വെർബ് റൂട്ട് അല്ലേ?
വെർബ് റൂട്ട് പ്ലസ് പ്ലസ് എന്താ ഓബ്ജക്റ്റ് പ്ലസ് ഓബ്ജക്റ്റ് പിന്നെ അഡ്വർബ് പ്ലസ് അഡ്വർബ് ഉണ്ടെങ്കിൽ വയ്ക്കാം. അഡ്വർബ് ഇതായിരിക്കും ഫോം. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള മെയ്ക്കിൻ്റെ ഏതാണ് മെയ്ക്ക് പ്ലസ് ഓബ്ജക്റ്റ് പ്ലസ് മെയ്ക്കിൻ്റെ കേട്ടോ. അങ്ങനെ വേണ്ട, മെയ്ക്കിൻ്റെ ഫോം മെയ്ക്കിൻ്റെ ഘടന എഴുതാം. മെയ്ക്കിൻ്റെ ഘടന ആ മെയ്ക്ക് ഒരു സെൻറ്റൻസിൻ്റെ ഘടന എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഇതൊന്ന് ഓർത്തിരുന്നത്. അതായത് അപ്പോൾ ഇതിപ്പോൾ മെയ്ഡ് ദളിത് ഡ്രിങ്ക് അതെൻ്റെ അർത്ഥം മാത്രം അർത്ഥം പറഞ്ഞ മെയ്ഡ് ദളിത് ഡ്രിങ്ക് എന്താ അർത്ഥം വരിക? ചെയ്യിപ്പിച്ചു. ആരാ ദളിതരെ ഡ്രിങ്ക് അങ്ങനെ അർത്ഥം വരും. ഈ ഭാഗം മാത്രം അർത്ഥം കണിച്ചാൽ ഏതാ അടിയിലൊന്ന് വരയ്ക്കാം. മെയ്ഡ് ദളിത് ഡ്രിങ്ക് ദളിതരെ കുടിപ്പിക്കുക ചെയ്യിച്ചു, അത് കുടിപ്പിച്ചു. അപ്പൊ കരയിച്ചത് കുട്ടിയെ കരയിച്ചതിന് പറയാ മെയ്ഡ് ചൈൽഡ് ക്രൈ. പെൺകുട്ടിയെ ചിരിപ്പിച്ചു എന്ന് പറയാ മെയ്ഡ് ഗേൾ ലവ്. അങ്ങനെ നമുക്ക് പറയാം. കുട്ടിയെ കരയിക്കുന്നതിന് പറയാ വിൽ മേക്ക് ചൈൽഡ് ക്രൈ. അങ്ങനെ നമുക്ക് വെക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ അതിൻ്റെ അർത്ഥമില്ലേ, ഇപ്പോൾ റാണിയെ കരയിപ്പിച്ചു ഇനി പറയാ മെയ്ഡ് റാണി ക്രൈ. ഇപ്പൊ റാണിയെ കരയിപ്പിച്ചിട്ട് ഇനി പറയാ ഇപ്പോൾ ഏകവചനമാണെങ്കിൽ ചെയ്യുന്ന ഏകവചനമാണെങ്കിൽ ഹാസ് മെയ്ഡ് റാണി ക്രൈ. ഇനി അത് പൂർണ്ണമാണെങ്കിൽ ഹാവ് മെയ്ഡ് റാണി ക്രൈ. അങ്ങനെയൊക്കെ വയ്ക്കുക. അപ്പോൾ മെയ്ക്ക് കഴിഞ്ഞ് ഒരു ഓബ്ജക്റ്റ് കഴിഞ്ഞ് വെർബ് റൂട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ആ വെർബിനെ ചെയ്യിപ്പിച്ചു എന്നർത്ഥം കൂട്ടിയെടുത്ത് പറഞ്ഞാൽ മതി എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. മെയ്ഡ് ഹിം ഈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാ നിങ്ങൾ? തീറ്റിപ്പിച്ചു അല്ലേ? അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു. ലേൺ പഠിക്കുക. പഠിപ്പിച്ചു നോക്കിയ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചു. അതിന് പറയാ മേക്ക് സ്റ്റുഡൻറ് ലേൺ. വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന വെച്ചാൽ മെയ്ഡ്. പഠിപ്പിക്കുന്ന വെച്ചാൽ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന വെച്ചാൽ മേക്ക് സ്റ്റുഡൻറ് ലേൺ. അങ്ങനെ അർത്ഥം എടുക്കുക. ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ മെയ്ക്കിന്റെ പ്രത്യേക പ്രയോഗം എന്ന് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് ബോർഡിൽ എഴുതിയിട്ട് നമുക്കൊന്നത് നോക്കാം. മേക്സ് ചൈൽഡ് ക്രൈ എന്ന് വെച്ചാൽ കുട്ടിയെ കരയിപ്പിക്കുന്നു. അവിടെ മെയ്ഡ് വെച്ചാൽ എന്തായത്? കുട്ടിയെ കരയിപ്പിക്കുക ചെയ്തു, അതായത് കരയിപ്പിച്ചു. വിൽ മേക്ക് ക്രൈ ചൈൽഡ് ക്രൈ എന്താണ്? അപ്പോൾ ഫ്യൂച്ചറായി കുട്ടിയെ കരയിപ്പിക്കുക ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞാൽ കുട്ടിയെ കരയിപ്പിക്കും. അടുത്ത് നോക്കുക, ഹാവ് മെയ്ഡ് ചൈൽഡ് ക്രൈ എന്ന് പറഞ്ഞാലോ കുട്ടിയെ കരയിപ്പിക്കുക ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കുട്ടിയെ കരയിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അർത്ഥം വരും. ഇനി ഇത് മാറ്റി എഴുതാണെങ്കിൽ വേറെ വരും. ഇപ്പൊ നമ്മളിവിടെ ചൈൽഡ് മാറ്റി റാണി വെക്കാന്ന് വിചാരിക്കുക.
എന്താ ഉണ്ടാവുക? നമുക്ക് നോക്കാം. ഒരു റാഡിയയുടെ വെച്ചാൽ എന്താ വരിക? മേക്സ് റാഡി ക്രൈ, റാഡിയെ ചെയ്യിപ്പിക്കുന്നു, അതായത് കരയിപ്പിക്കുന്നു. മേക്ക് മെയ്ഡ് റാഡി ക്രൈ എന്ന് വെച്ചാൽ റാഡിയെ കരയിപ്പിക്കൂ. വിൽ മേക്ക് റാഡി ക്രൈ, റാഡിയെ കരയിപ്പിക്കും. ഹാവ് മെയ്ഡ് റാഡി ക്രൈ, റാഡിയെ കരയിപ്പിച്ചിട്ടുണ്ട്. ഇത് മാറ്റി നമ്മള് റാണി മാറ്റി വിട്ട് ഹെർ എന്ന് വെക്കുകയാണെങ്കിൽ ഇത് അവളെ, റാണി എന്നുള്ളത് അവളേതാവും അല്ലേ? മേക്സ് ഹെർ ക്രൈ, അവളെ കരയിപ്പിക്കുന്നു. മെയ്ഡ് ഹെർ ക്രൈ, അവളെ കരയിപ്പിച്ചു. വിൽ മേക്ക് ഹെർ ക്രൈ, അവളെ കരയിപ്പിക്കും. ഹാവ് മെയ്ഡ് ഹെർ ക്രൈ, അവളെ കരയിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരും. ഇതുപോലെ നിങ്ങൾക്ക് വേറെ വാക്കുകൾ മാറ്റി പറയാം. ക്രൈന് പകരം നമ്മൾ ഇപ്പോൾ ലാഫ് വെക്കുകയാണെങ്കിൽ ചിരിപ്പിക്കുന്നു, ചിരിപ്പിക്കും, ചിരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റിയൊക്കെ പറഞ്ഞ് പഠിക്കുക. ഇവിടെ മാറ്റുക, അതുപോലെ തന്നെ ക്രൈ മാറ്റുക. അങ്ങനെ പലതും മാറ്റി പറഞ്ഞാൽ പെട്ടെന്ന് ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് ആവും. അപ്പോൾ അത് നോക്കുക. ബേക്കിൻ്റെ പ്രയോഗം നമ്മൾ പഠിച്ചു. അത് ഒരു വെർബ് റൂട്ടിൻ്റെ കൂടെ എങ്ങനെയാണ് പ്രയോഗിക്കാതാണ് പഠിച്ചത്. അപ്പോൾ ഞാനത് കള്ളിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് വെർബിൻ്റെ കൂടെ അതിൻ്റെ ഘടന എങ്ങനെയാണ്? മേക്ക് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞാൽ വെർബ് റൂട്ട് വരും. അത് ആലോചിച്ച് വെച്ചാൽ മതി. അത് അവിടെ മേക്കിനെ ചെയ്യിപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ മേക്ക് റാണി ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാണിയെ കരയിപ്പിക്കുന്നു. ഇനി ഇതിന് ഇംഗ്ലീഷിലാക്കുമ്പോൾ ഈ ഭാഗത്തിന് മാറ്റം വരില്ല. ഇവിടെ മാത്രമാണ് ടെൻസിന് മാറ്റം വരികയുള്ളൂ. ഇത് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പ്രത്യേകം ഓർത്തിരുന്നാൽ മതി. ഇതല്ലാതെ ബേക്കിന് മറ്റൊരു പ്രയോഗം കൂടിയുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് വെർബിൻ്റെ കൂടെയാണെങ്കിൽ ഈ ബേക്ക് എന്നുള്ളത് അജക്റ്റീവിൻ്റെ കൂടെയും, അജക്റ്റീവ് എന്ന് വെച്ചാൽ അറിയാം, നാമാവിശേഷണം അല്ലേ, നാമാവിശേഷൻ്റെ കൂടെയും കൂടി ഉപയോഗിക്കാം. അതെങ്ങനെയുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഘടന ഏകദേശം ഇതേപോലെ തന്നെയാണ്. ബേക്ക് കഴിഞ്ഞാൽ ഓബ്ജക്റ്റ്, വെർബ് വരുന്ന സ്ഥാനത്ത് അജക്റ്റീവ് വരും. ബേക്ക് ഓബ്ജക്റ്റ് അജക്റ്റീവ്. അപ്പം അത്രയും തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടോ. നമ്മൾ അത് മറ്റേത് പഠിച്ച കാരണം ഒന്നും മനസ്സിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കരുത്. മെയ്ക്ക് അജക്റ്റീവിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ ഇതേപോലെ തന്നെ ബേക്ക് ഓബ്ജക്റ്റ് അജക്റ്റീവ്. നേരത്തെ അജക്റ്റീവ് സ്ഥാനത്ത് വെർബാണ് വന്നിരുന്നെങ്കിൽ അവിടെ അജക്റ്റീവ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, അതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെയ്യിപ്പിക്കുക എന്നർത്ഥത്തിലാണെങ്കിൽ ഇവിടെ ബേക്കിനെ ആക്കുക എന്നാണ് അർത്ഥം. ആക്കുക എന്നാണ് അർത്ഥം. അത് നേരത്തെ നമ്മൾ വെർബിൻ്റെ കൂടെയാണ് ചെയ്യിപ്പിക്കുക എന്ന് കൂട്ടിയെടുത്തെങ്കിൽ ഇവിടെ ഏതാണോ അജക്റ്റീവ് അതിൻ്റെ കൂടെ കൂട്ടിയെടുക്കണം. ഇപ്പോൾ ബേക്ക് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത്, ഇപ്പൊ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആക്കുക, ആക്കുക എന്നാണ് അർത്ഥം. ഹാപ്പി സന്തോഷമുള്ള, മേക്ക് ഹാപ്പി സന്തോഷമുള്ളതാക്കുക. മേക്ക് സാഡ്, സാഡ് വിഷമമുള്ള, മേക്ക് സാഡ് വിഷമമുള്ളതാക്കുക. അങ്ങനെയാണ് അത് വരിക. അപ്പോൾ നമുക്ക് മേക്ക് റാണി ഹാപ്പിൻ്റെ റാണിയെ സന്തോഷമുള്ള ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനസ്സിലായ. അങ്ങനെയാണ്. അത്രയും പഠിക്കാൻ മനസ്സിലാക്കാറുള്ളൂ. അത് അങ്ങനെ ആക്കുമ്പോൾ അജക്റ്റിന് ഒരു പേരൊക്കെ വിളിക്കും. അതിന് കോംപ്ലിമെന്റ് എന്താണ് വിളിക്കുക, എന്താണ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥം പൂർണ്ണമാക്കാനായിട്ട് ആവശ്യം വരുന്ന ഒന്നിനെ കോംപ്ലിമെന്റ് എന്ന് വരും. നമുക്ക് കഷായത്തിന് അതിന് പൂർണ്ണത കിട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്ന മേമ്പൊടി എന്നൊക്കെ പറയില്ലേ. മേമ്പൊടി ചേർക്കുമ്പോഴാണ് കഷായത്തിന്റെ ആ വീര്യം അല്ലെങ്കിൽ ഗുണങ്ങൾ ശരിക്കും കിട്ടുക, അതിന്റെ പൂർണ്ണത വരിക എന്ന് പറയും. അതുപോലെ വാചകത്തിന്റെ പൂർണ്ണത വരുത്താൻ ആവശ്യമായ വാക്കായതുകൊണ്ട് അതിനൊരു കോംപ്ലിമെന്റ് എന്ന് പറയും, ഒരു മേമ്പൊടി എന്ന് പറയും. നോക്കാത്, കാരണം അത് ശരിക്കും മനസ്സിലാകും. ഹെർ ഹസ്ബൻഡ് മെയ്ഡ് റാണി ഹാപ്പി എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ പറഞ്ഞു നോക്കി നിങ്ങൾ.
ഹെർ ഹസ്ബൻഡ് മെയ്ഡ് റാണി. അവളുടെ ഭർത്താവ് റാണിയാക്കി. അങ്ങനെ പറഞ്ഞത് എന്താക്കി എന്ന് പറയില്ല. വെറുതെ ആക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല മനസ്സിലാവും. എന്താക്കി? സന്തോഷമുള്ള എന്ന് പറയുമ്പോൾ ശരിയായി. റാണിയെ സന്തോഷമുള്ളവളാക്കി. ആ സന്തോഷമുള്ള എന്ന് വരുമ്പോഴാണ് ആക്കുക എന്ന വാക്കിന് ഒരു അർത്ഥപൂർണത വരിക. വെറുതെ അവളുടെ ഭർത്താവ് റാണിയെ ആക്കി എന്ന് പറഞ്ഞ ഒരു പൂർണ്ണതയില്ല. അപ്പോൾ ഹർ ഹസ്ബൻഡ് മെയ്ഡ് റാണി ഹാപ്പി എന്ന് പറഞ്ഞ അർത്ഥമായി. സന്തോഷമുള്ളവളാക്കി എന്ന് പറയുമ്പോൾ. അതുപോലെ ഹെർ ഹസ്ബൻഡ് മെയ്ഡ് ഇത് ഹാപ്പി മാറ്റി സാഡാക്കിയാൽ ദുഃഖമുള്ളവളാക്കി. മനസ്സിലായ? അങ്ങനെ വയ്ക്കാം. അപ്പൊ നമുക്ക് അത് അല്ലെങ്കിൽ ഗനിയിലെ ജീവിതം ജോലിക്കാരെ രോഗമുള്ളവരാക്കി. അങ്ങനെ പറയുമ്പോൾ മെയ്ഡ് ദി ലേബർ സിക്ക്, ദ ലൈഫ് ഇൻ ദ ബൈൻ മെയ്ഡ് ലേബർ സിക്ക്, അങ്ങനെയൊക്കെ പറയാം. രോഗമുള്ളവരാക്കി, ധൈര്യമുള്ളവരാക്കി അവരെ ധൈര്യമുള്ളവരാക്കി എന്ന് പറയാ. മെയ്ക്ക് ആക്കിയവർ മെയ്ഡ് ഹിം കറേജിയസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രയോഗം. മെയ്ഡ് ദം ക്രേസി, അവരെ ക്രേസി ഉള്ളവരാക്കി. അങ്ങനെയൊക്കെ അല്ല അതിൻ്റെ പ്രയോഗം വരിക. അപ്പോൾ ഇത് പത്രത്തിലേ പഠിക്കാമല്ലോ. മേക്ക് കഴിഞ്ഞാൽ ഒരു ഓബ്ജക്റ്റ്, ആ ഓബ്ജക്റ്റിന് എന്ത് വിശേഷതയുണ്ടോ ആ വിശേഷത, അതാണ് എന്ത് അതിന് പ്രയോഗം. എന്തായാലും ഇതിൽ എന്താണ് വരിക? ഈ ബൈക്കിലൊക്കെ രണ്ട് ഇത് വരും അല്ലേ? ചെയ്യിക്കുന്ന ഒരാളും അനുഭവിക്കുന്ന ഒരാളും. അതിൻ്റെ അത് ഈ അനുഭവിക്കുന്ന കർമ്മത്തിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ കർമ്മത്തിൻ്റെ അവസ്ഥ ആണ് രണ്ടാമത്തേൽ വരുന്നത്. അങ്ങനെ ഒരു വ്യത്യാസമുള്ളൂ. ഏകദേശം നിങ്ങൾക്കൊരു പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറേ വാക്കുകളൊക്കെ പറഞ്ഞു പഠിക്കുക. അപ്പോൾ വേഗം കിട്ടും നമുക്ക്. മേക്ക് ബ്രൈറ്റ്, പ്രകാശമുള്ളതാക്കുക. ഉണങ്ങിയതാക്കുക, മേക്ക് ഡ്രൈ ആക്കുക. മേക്ക് അപ്പോൾ മേക്കിൻ്റെ ചേട്ടൻ അങ്ങനെ കുറേ വാക്കുകൾ അങ്ങനെ പറഞ്ഞ് കുറച്ച് നേരം പഠിച്ചു കഴിഞ്ഞാൽ നിൽക്കത് തറയും. ഇന്നത്തെ ക്ലാസ് അല്പം നീണ്ടൊക്കെ പോയിട്ടുണ്ട്, എനിക്കറിയാം. എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഇതേപോലെ ഉപയോഗിക്കുന്ന മറ്റ് ചില പദങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബായ്.